നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പുതിയ അർത്ഥഗർഭമായ മുദ്രാവാക്യങ്ങൾ സമ്മാനിക്കുന്നതിൽ മിടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ജനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്, രാജ്യം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു മുദ്രാവാക്യവുമായി മോദി വന്നിരിക്കുകയാണ്. അതെ, പ്രത്യേകിച്ച് ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ അദ്ദേഹം ആവർത്തിച്ചിരുന്ന ഒരു മുദ്രാവാക്യം ഇപ്പോൾ പ്രതിപക്ഷം ഈ മുദ്രാവാക്യത്തിനെ വിമർശിക്കുന്നുമുണ്ട്. കാരണം കുഴപ്പം പിടിച്ച മുദ്രാവാക്യമാണെന്ന് തോന്നിയിട്ട്. ഏക് രഹേംഗെ തോ സേഫ് രഹേംഗെ, ഏക് രഹേംഗെ തോ സേഫ് രഹേംഗെ. സേഫ് എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കാണ്. ഒന്നിച്ചു നിന്നാൽ ടുഗദർ വി ആർ സേഫ്, ഒന്നിച്ചു നിന്നാൽ സുരക്ഷിതർ. അതിന് കോൺഗ്രസ് എതിർക്കുന്നതിനാ ഒന്നിച്ചു നിന്നാൽ സുരക്ഷിതമാണെന്ന് പറയുമ്പോൾ? കാരണം കോൺഗ്രസിനെതിരെയാണ് മുദ്രാവാക്യം. ഒന്നിച്ചു നിന്നാൽ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഒന്നിച്ചു നിന്നാൽ, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് SC ST OBC അവരും മറ്റ് വരേണ്യരുണ്ടെങ്കിൽ ഹിന്ദുക്കൾ മൊത്തത്തിൽ ഒന്നിച്ചു വെക്കണം. കാരണം ഈ OBCയുടെയൊക്കെ സംവരണമാണ് തട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്. എന്നിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി നിരന്തരം പറഞ്ഞിരുന്നു. അല്ല, മോദി പറഞ്ഞു ശരിയായില്ലേ? മോദി പറഞ്ഞു നിങ്ങളുടെ ഭൂമി, നിങ്ങളുടെ സ്വർണ്ണമാല ഉൾപ്പെടെ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. വഖഫ് വന്നപ്പോൾ വ്യക്തമായില്ലേ? അന്നത് ആളുകൾ മതേതരത്വത്തിനെതിരാണ്, വർഗീയതയാണ് മോദി പറയുന്നതെന്ന് അന്ന് പറഞ്ഞു. അതെ അതെ, നമ്മൾ നിരന്തരം അന്നും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മൻമോഹൻ സിംഗ് എടുത്ത് 123 സ്വത്ത് കൊടുത്ത കാര്യം അവസാന കാലത്ത് കൊടുത്തൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗത്തിൽ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ സ്വത്തിന്റെ പ്രാഥമിക അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് പ്രസംഗിച്ച ആളാണ്. നമ്മൾ ആന്ധ്രയിൽ പൈലറ്റ് പ്രോജക്റ്റില്ലേ, ആ 4% സംവരണം മുസ്ലിങ്ങൾക്ക് നടപ്പാക്കിയത് OBCയിൽ നിന്ന് തട്ടിയെടുത്തിട്ട് കോൺഗ്രസ് ഒരു പൈലറ്റ് ബാക്കി എല്ലായിടത്തും നടപ്പാക്കാൻ വേണ്ടി അത് ഹൈക്കോടതി എടുത്ത് തട്ടിക്കളഞ്ഞു. സുപ്രീം കോടതിയിലും വിജയിച്ചില്ല. ഈ OBC സംവരണത്തിന് ഒരു പരിധി ഉണ്ടല്ലോ, ഇത്രയാകാൻ പറ്റുള്ളൂ, 50%. അതിൻ്റെ ഉള്ളിലുള്ള OBC, ആ OBCയിൽ നിന്ന് തട്ടിയെടുത്തിട്ടാണ് ഇത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കോൺഗ്രസ് പദ്ധതി തയ്യാറാക്കിയത്. കേരളത്തിൽ ഇത് പണ്ടേ ഉണ്ട്. EMS സർക്കാരും ഒക്കെ നടപ്പാക്കിയത് PSCയിലും ഒക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്. പിന്നെ കർണാടകയിലുണ്ട്. ബാക്കി സംസ്ഥാനങ്ങളിലും കൂടി കോൺഗ്രസ് നടപ്പാക്കാനായിട്ട് ആലോചിച്ചിട്ടാണ് അത് ആന്ധ്രയിൽ തട്ട് കിട്ടിയത്. അതെ അതെ അതെ. അല്ല, ഇപ്പോൾ ഞാൻ പറയുന്നത് അന്ന് ഇവിടെ എന്തായിരുന്നു ഈ വേറെ കാര്യമുണ്ട്. ഈ കാവ്യനീതി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളും പുരോഹിതന്മാരും ഒക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവരും എതിരായിരുന്നു. മോദി എന്താ പറയുന്നത്, എല്ലാ സ്വത്തും പിടിച്ചെടുത്ത് മുസ്ലിമിന് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതൊരു മതേതര രാജ്യത്ത് പ്രസംഗിക്കാമോ എന്ന് പ്രധാനമന്ത്രിയല്ലേ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ എന്തായി? മോദി പറഞ്ഞത് വഖഫിനെ കുറിച്ച് കൂടിയായിരുന്നു. കാരണം ആ 123 പ്രോപ്പർട്ടിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അന്ന് ഈ മൻമോഹൻ സിംഗ് എടുത്തു കൊടുത്തത്. പിന്നെ അന്ന് മോദി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ആ വർഗീയതക്കെതിരായ സമരം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾ നടത്തുന്നത് വരില്ല, അല്ല മുസ്ലിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കും, ഭൂരിപക്ഷം നടത്തുന്നത് മാത്രമേ വർഗീയ സമരങ്ങളാവുള്ളൂ എന്ന് പറഞ്ഞൊരു ബില്ല് കൊണ്ടുവരാനിരുന്നു മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വിദർഭയിൽ നടന്ന റാലിയിൽ ആണ് കൃത്യമായിട്ട് ഈ മുദ്രാവാക്യം ഇങ്ങനെ വന്നത്, ഏക് രഹേംഗെ തോ സേഫ് രഹേംഗെ. കുറച്ചുകൂടി വ്യത്യാസമുണ്ടായിരുന്നു ഈ തുടങ്ങുമ്പോൾ മുദ്രാവാക്യത്തിന്. അപ്പം ഈ പ്രതിപക്ഷം പറയുന്നത് പഴയ മണ്ഡൽ ആൻഡ് കമണ്ഡൽ എന്ന് പറയുന്നില്ലേ, മണ്ഡലിൻ്റെ കൂടെ കമണ്ഡലു, അത് ഒരു വേറൊരു ഫോമിൽ വരുന്നതാണെന്ന് അവർ ആരോപിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ജാതി സെൻസസ് അല്ല, ഇവർ പറയുന്നത് മുസ്ലിം യാദവ ഐക്യം, അങ്ങനെ സാധനം ഉണ്ടല്ലോ. മുസ്ലിം യാദവ ഐക്യം വേണം എന്ന് പറയുന്നു, മുസ്ലിം ദളിത് ഐക്യം വേണം എന്ന് പറയുന്നു. ഇതെല്ലാം ഇവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യം. അതെ, കോൺഗ്രസ്സുകൾക്കിടയിലെ പിന്നോക്കക്കാരെ മുഴുവൻ മുസ്ലിങ്ങളുടെ കൂടെ ചേർക്കുക. അതെ അതെ അതെ, അത് കോൺഗ്രസും അത് ഏറ്റെടുക്കുകയാണ്. അപ്പോഴാണ് മോദി പറയുന്നത് ദളിതരും യാദവരും ഉടക്കം OBC SC ST എല്ലാം ഒന്നിച്ചു നിന്നാലേ ഇത് രക്ഷയുള്ളൂ. നമ്മൾ ഹിന്ദുക്കൾ സുരക്ഷിതരായിരിക്കുള്ളൂ എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവൊക്കെ വഖഫായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ജനങ്ങളുടെ ഐക്യം തകർന്നാൽ, ഇങ്ങനെ ഹിന്ദുക്കളുടെ ഐക്യം തകർന്നാൽ കോൺഗ്രസ് സംവരണാനുകൂല്യങ്ങളൊക്കെ തട്ടിക്കൊണ്ടുപോകും. മോദി പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ്, തട്ടിക്കൊണ്ടുപോകും. നാം ഒന്നിച്ച് നിന്നാൽ സുരക്ഷിതരാണ്. ചന്ദ്രപൂരിലെ ചിമൂറിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. നവംബർ 8 മഹാരാഷ്ട്രയിലെ ആദ്യ റാലിയിൽ ഏക് ഹൈ തോ സേഫ് ഹൈ എന്നാണ് പറഞ്ഞത്.
ആദ്യം മുദ്രാവാക്യം അങ്ങനെയായിരുന്നു, ഇങ്ങനെ ടുഗദർ വി ആർ സേഫ്. ഒക്ടോബർ 31 ഗുജറാത്തിലെ കെവാഡിയയിലാണ് ആദ്യം ഈ മുദ്രാവാക്യം വരുന്നത്. സർദാർ പട്ടേലിൻ്റെ ജന്മദിനം കൊണ്ടാടുമ്പോഴാണ് പറഞ്ഞത്. ദേശീയ ഐക്യദിനമായിട്ടാണ് ഇത് BJP കൊണ്ടാടുന്നത്. അപ്പോൾ പറഞ്ഞു SC ST OBC നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ഒന്നാണല്ലോ, എല്ലാവരും ഹിന്ദുക്കളല്ലേ. അവരെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും ഇസ്ലാമിസ്റ്റുകളും എന്ന് പറഞ്ഞാൽ ജോർജ് ഭക്തന്മാര്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരേണ്യര് SC ST OBC ഇത് ഹിന്ദു സ്വത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്. കോൺഗ്രസ് യാഥാസ്ഥിതിക മുസ്ലിങ്ങളെ കൂട്ടി കൊണ്ടുവന്നിട്ട് OBC SC ST കോട്ട, സംവരണ കോട്ട മുസ്ലിങ്ങൾക്ക് അട്ടിമറിക്കുകയാണ്. മുസ്ലിങ്ങൾക്കത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത്. മോദി പ്രസംഗിച്ചു. തിങ്കളാഴ്ച ജാർഖണ്ഡിൽ പറഞ്ഞു SC ST OBC ഐക്യമാണ് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണം. SC ST OBC ഒന്നിച്ചു വന്നു, BJPയുടെ കൂടെ നിന്നു, കോൺഗ്രസ് തകരാൻ തുടങ്ങി. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് ശക്തമായിരുന്നപ്പോൾ നെഹ്റുവിൻ്റെയൊക്കെ കാലത്ത് സംവരണം ഒരു വിഷയമായിരുന്നില്ല രാജ്യത്ത്. നെഹ്റു തുടങ്ങി രാജീവ് വരെയുള്ള നെഹ്റു രാജവംശത്തിന് സംവരണം ഒരു പ്രശ്നമായി വരുന്നത് ഇഷ്ടമായിരുന്നില്ല. SC ST OBC ചെറിയ ചെറിയ ജാതികളായിട്ട് മാത്രമാണ് നിന്നത്. ഈ കൂർമി എന്നൊക്കെ പറഞ്ഞിട്ടേ ഓരോ ജാതികളായിട്ട് മാത്രമാണ് അവർ നിന്നത്. അല്ലാതെ SC ST OBC എന്ന് പറഞ്ഞ് ഹിന്ദുക്കളായിട്ട് നിന്നില്ല. അത് മുതലെടുത്തു കോൺഗ്രസ്. SC ST എന്ന നിലയിൽ പിന്നീട് അംബേദ്കർ പറഞ്ഞതൊക്കെ ഇവർ മനസ്സിലാക്കി വന്നു. SC ST എന്ന നിലയിൽ ശക്തമായി. കോൺഗ്രസ്സിന് അത് വെല്ലുവിളിയായി. മോദി പറഞ്ഞു കോൺഗ്രസ്സിന് അങ്ങനെ ഇവരൊരു ഹിന്ദു സ്വത്വത്തിൽ ഒന്നിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വെല്ലുവിളിയായി. 1990കളുടെ അടുത്ത് OBCകൾ ഒന്നിച്ചു വന്നു, കോൺഗ്രസ് തകർന്നു. കോൺഗ്രസ് ഇങ്ങനെയാണ് തകർന്നത്. ഭിന്നിപ്പിച്ചാണ് കോൺഗ്രസ് ഭരിപ്പിച്ചുകൊണ്ടിരുന്നത്. ജാതി മാത്രമായിട്ടാണ് ഇവരെയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസ്. അല്ലാതെ SC ആയിട്ട് നിൽക്കാനോ ST ആയിട്ട് നിൽക്കാനോ അങ്ങനെ സംവരണം കൊടുക്കാനോ ആ കാലത്തൊന്നും ST കൾക്കൊന്നും ഒരു സംവരണവും കിട്ടിയിട്ടില്ല. മുസ്ലിങ്ങൾക്കാണ് സംവരണമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടുമില്ല. മതപരമായ ഹിന്ദു സമുദായത്തിലെ ഹിന്ദു മതത്തിലെ പിന്നാക്ക ജാതികൾക്കാണ് സംവരണം ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. അതെ, അതിപ്പോഴും തട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നാണ്. ഇവരെയൊക്കെ ദുർബലപ്പെടുത്തി സംവരണം തട്ടിയെടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഒന്നിച്ചു നിന്നാൽ നാം സുരക്ഷിത, അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച അമിത്ഷായും പറഞ്ഞു കോൺഗ്രസ് OBC SC ST സംവരണം അട്ടിമറിക്കുന്നു, മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കുന്നു. ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ രവിശങ്കർ പ്രസാദും പറഞ്ഞു കഴിഞ്ഞ ദിവസം മുസ്ലിം യാഥാസ്ഥിതികരുമായി ഗൂഢാലോചന നടത്തുകയാണ് കോൺഗ്രസ്. മോദി പറയുന്നു ഒന്നിച്ചു നിന്നാൽ നാം സുരക്ഷിതർ. ഇത് നിങ്ങൾ നോക്കണം, ജാഗ്രത പുലർത്തണം. അപ്പോൾ ഉത്തർപ്രദേശിൽ ദലിത് വോട്ട് കോൺഗ്രസ്സിന് പോയി കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ കയ്യിലില്ല ദലിത് വോട്ട്. 1990കളിൽ മുലായം സിംഗ് അത് കൊണ്ടുപോയി. മുസ്ലിം വോട്ടും മുലായം സിംഗ് കൊണ്ടുപോയി. ലാലു പ്രസാദ് അദ്വാനിയെ അറസ്റ്റ് ചെയ്തല്ലോ അന്ന് സമസ്തിപൂരിൽ അയോധ്യ പ്രക്ഷോഭകാലത്ത്. അതോടുകൂടി കുറേ പിടിച്ചെടുക്കാനായിട്ട് ലാലുവിൻ്റെ വഴിക്കും ശ്രമിച്ചു. BJPക്കെതിരെ പണിത് കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് കിട്ടും എന്ന് ലാലു കണ്ടിട്ടാണ് അദ്വാനിയെ അന്ന് അറസ്റ്റ് ചെയ്യുന്നത്. രഥയാത്രയുടെ സമയത്ത് സമസ്തിപൂരിൽ ഒരു വീരനായി മുസ്ലിങ്ങളുടെ മുമ്പിൽ ലാലു. ശിലാന്യാസം, അപ്പോൾ BJP എന്താ ചെയ്തത്, ആ ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചു. ശിലാന്യാസം അയോധ്യയിൽ അത് നിർവഹിച്ചത് കാമേശ്വർ ചൗപ്പാൽ, ദലിതനായിരുന്നു. ശിലാന്യാസം രാമക്ഷേത്രത്തിൽ കല്ലിട്ടത് ദലിതനാണ്. കാമേശ്വർ ചൗപ്പാൽ. കല്യാൺ സിംഗ് OBC മുഖ്യമന്ത്രിയായിരുന്ന, ഉമാഭാരതി ലോധ, വിനയ് കട്ടിയാർ യാദവ് OBC ഈ നേതാക്കളായിട്ട് വന്നവരൊക്കെ. പിന്നെ സുശീൽ മോഡി ബീഹാറിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നില്ലേ, നമ്മുടെ കോട്ടയത്ത് പാമ്പാടി എന്നുള്ള ഒരു ക്രിസ്ത്യാനി ആയിരുന്നു ഭാര്യ സുശീൽ മോഡിയുടെ. ഞാൻ ബീഹാറിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു വന്നത്, എനിക്കറിയില്ലായിരുന്നു മലയാളിയാണ് ഭാര്യ എന്ന്.
ശിവരാജ് സിംഗ് OBC ആണ്. മോദി, നമ്മുടെ നരേന്ദ്രമോദി, മോദി ഗഞ്ചി എന്ന് പറഞ്ഞ OBC സമുദായത്തിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ കോൺഗ്രസിന് ഈ പ്ലാറ്റ്ഫോം ഇല്ലിപ്പോൾ. ഹിന്ദു എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല കോൺഗ്രസ്. അല്ല, ഇല്ലല്ലോ. കോൺഗ്രസിന് ആകെ മുസ്ലിം എന്നുള്ള അജണ്ട മാത്രമേ ഉള്ളൂ. അതെ, ബാബറിന്റെ ഇടതുപക്ഷത്തിനും. അതെ, അതാണുള്ളത്. അതാണ് ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ പരസ്യത്തിലും കാണുന്നത്. അല്ല, എനിക്ക് ഇതിനകത്തൊരു സന്തോഷം എന്ന് പറയാൻ സന്തോഷം തന്നെയാണ്. ഒരു തിരിച്ചറിവുണ്ടായല്ലോ. കാരണം എനിക്ക് വളരെ അടുപ്പമുള്ള, മോദിയോട് അനുഭാവമുള്ള ചില ആളുകളുണ്ട്. മോദി കൊള്ളാം, പക്ഷേ അവർ പോലും എന്നോട് പറഞ്ഞു, പ്രധാനമന്ത്രിയല്ലേ, പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പറയാമോ? കെട്ടുതാലി മുഴുവൻ പറിച്ചെടുക്കും, നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കും, അതിനാണ് ഇവരുടെ നീക്കം എന്നൊക്കെ പറയാമോ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. ഇപ്പോൾ അവർ ചിലരൊക്കെ ചോദിച്ചു, അപ്പോൾ അങ്ങേര് കാർന്നോർ അന്ന് പറഞ്ഞത് ഈ വഖഫ് വെച്ചുകൊണ്ടായിരുന്നു അല്ലേ? ആർക്കും മനസ്സിലായില്ല. വഖഫ് എന്നുള്ള പദം പുള്ളി എന്ന് പറഞ്ഞില്ല, പക്ഷെ അന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു. കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറയണം. 1990 ഇപ്പോൾ മുനമ്പം പോലെയുള്ള സംഭവം വന്നപ്പോൾ കേരളത്തിലുള്ളവർക്കും ഇതുപോലെ ഇന്ത്യയിലെ ഓരോ സ്ഥലത്തും ഉണ്ട് ഈ പ്രശ്നം. അപ്പോൾ അവർക്ക് സ്വമേധയാ മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സിലായി മോദി പറഞ്ഞത് കൃത്യമാണ്. ഭരണമെങ്ങാനും കോൺഗ്രസിന് പോയിരുന്നെങ്കിൽ. മാത്രമല്ല, തിരിച്ചു വന്നിട്ട് 100 ദിവസത്തെ ഭരണത്തിന്റെ ഇടയ്ക്ക് വഖഫ് ഭേദഗതി ബില്ല് അജണ്ടയുടെ ഭാഗമായിരുന്നു കൊണ്ടുവന്നു. അപ്പോൾ മോദി പറഞ്ഞ അതിനെക്കുറിച്ച് തന്നെയാണ്. അതെ, അല്ല, ഞാൻ ആലോചിക്കുകയാണ്, എങ്ങാനും മോദി പരാജയപ്പെട്ട്, ഇന്ത്യയെ പരാജയപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ സർക്കാർ വന്നിരുന്നെങ്കിൽ ഈ രാജ്യം എങ്ങോട്ട് പോകുമായിരുന്നു അല്ലേ? അതെ അതെ അതെ, ഭീകരമായിരുന്നു. ആ ബംഗ്ലാദേശ് പോലെ ആയിപ്പോയി. അതെ അതെ. ഏതായാലും രാജ്യത്തെ ദൈവം രക്ഷിച്ചു. ദൈവമല്ല, ജനങ്ങൾ രക്ഷിച്ചു വോട്ട് ചെയ്ത്. ആ വോട്ടിന് പക്ഷേ കുറച്ചുകൂടെ ഒരു കനം വേണ്ടിയിരുന്നു. ഒരു 300 സീറ്റ് BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ കഥ മാറിയാനെ അല്ലേ? അതെ, ഈ ഭരണത്തിന്റെ കാലത്ത് പക്ഷെ കൂടുതൽ തിരിച്ചറിവുകൾ ജനങ്ങൾക്ക് ഉണ്ടായി തിരിച്ചറിവ്. ഇപ്പം വല്ലാതെ ജനം ഖേദിക്കുന്നുണ്ട്. ഇപ്പം മഹാരാഷ്ട്ര ഇലക്ഷൻ നാളെ നടക്കുകയാണ്, മഹാരാഷ്ട്ര ജാർഖണ്ഡ്. ഞാൻ പ്രതീക്ഷിക്കുന്നു മോദിയുടെ കരങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു വിധിയെഴുത്ത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന്. മഹാരാഷ്ട്രയിലെ ആദ്യഘട്ടത്തിൽ ആ വിഭജിച്ച് നിന്ന സംഗതിയൊക്കെ മാറിയിട്ടുണ്ട്. പ്രശ്നം ഇപ്പോൾ അപ്പുറത്താണ്. പ്രശ്നം വല്ലാതെ ഉണ്ട്. അതെ, കാരണം മറ്റേ ബിഷ്ണോയിയൊക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.